ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ കാറ്റത്തിക്കൾ കൂടെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ ഹരീഷിനെയും സുധീഷിനെയൊക്കെ ഊടുപാടെ ചീത്ത പറയുകയാണ് സുഭാഷ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം. ചീത്ത പറയാനൊന്നും നമ്മുടെ സുഭാഷിന് അറിയത്തില്ലല്ലോ. എന്തായാലും ഇനി ഇതുപോലെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിധിയെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടാക്കും. ഈ വീട്ടിൽ ആ കൊച്ചിന് സമാധാനമില്ല എന്നൊക്കെ സുഭാഷ് പറഞ്ഞു. ഒന്നും മിണ്ടില്ല. സുധീഷ് അങ്ങിറങ്ങിപ്പോയി. ഹരീഷും അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടോ. അപ്പോൾ നിധി പറഞ്ഞു, അത് അവർ വഴക്ക് നിർത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഒച്ച വെക്കേണ്ടി വന്നത്. സുഭാഷ് പറഞ്ഞു, സാരമില്ല മോളെ എന്ന്. അതിനുശേഷം ഉണ്ടല്ലോ സുധീഷ് നേരെ ബാറിലേക്കാണ് പോയത്. ബാറിൽ പോയിട്ട് കഴിക്കാനുള്ളതൊന്നും വേണ്ട, ബിയർ മാത്രം ഓർഡർ ചെയ്തു. കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും സുധീഷിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. പോലീസുകാരൻ പറഞ്ഞതും പോലീസുകാർ തന്നോട് ചെയ്തതും വീട്ടിൽ കിടന്ന് അടികൂടിയതും നിധി വന്നിട്ട് വഴക്ക് പറഞ്ഞതും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരികയാണ് കേട്ടോ. പക്ഷേ സുധീഷിൻ്റെ തൊട്ടടുത്ത ടേബിളിൽ ഭാസ്കരൻ ഇരിക്കുന്ന കാര്യം സുധീഷ് കാണുന്നില്ല. പക്ഷേ ഭാസ്കരൻ സുധീഷിനെ കണ്ടു. സുധീഷ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഭാസ്കരൻ സുധീഷിൻ്റെ അരികിലേക്ക് വന്നു കേട്ടോ. ഹലോ അപ്പോഴേക്കും സുധീഷ് അതും കേൾക്കുന്നില്ല. ഹലോ എന്ന് ഉറക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതും കേട്ടില്ല കേട്ടോ. ഏട്ടാ സുധീഷേ എന്ന് വിളിച്ചപ്പോഴാണ് പതുക്കെ നോക്കുന്നത്. ഇയാളോ? അല്ല, ഈ ചോദ്യം ഞാനല്ലേ ചോദിക്കേണ്ടത്. ഇതെൻ്റെ ഏരിയ അല്ലേ, ഒന്ന് പോകുന്നുണ്ടോ ഇവിടെ നിന്ന് എന്ന് സുധീഷ്. ഇതെന്താടോ വീടോ? എപ്പോഴും ഇങ്ങനെ പോവും നാട്ടിക്കൊണ്ടിരിക്കാൻ? ഇതേ ബാറാ, കാശ് കയ്യിൽ വെച്ചിരിക്കുന്ന ആർക്കും ഇവിടെ വന്ന് കുടിക്കാം. ഇതേ കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കയറിയത്. ഇവിടെ എനിക്ക് സമാധാനം തരത്തില്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ഇതെന്താ പള്ളിയോ അതോ അമ്പലോ? മനസ്സമാധാനം കയ്യിലിരിപ്പിൻ എന്ന് പുറത്തെഴുതി വെച്ചിട്ടുണ്ടോ? എടാ, സമാധാനം തേടി കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുടിക്കാതിരുന്ന സമാധാനം ഉണ്ടാവില്ല, അതറിയോ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ പോകാനായിട്ട്. എൻ്റെ ടെൻഷൻ കൂട്ടല്ലേ. ടെൻഷനോ നിനക്കോ? അപ്പോഴേക്കും ഭാസ്കറിൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഭാസ്കര എന്താ വള്ളിയാണോ? ഇതെൻ്റെ ഫ്രണ്ടാ. അങ്ങനെ പതുക്കെ അവിടെ ഇരുന്നു കേട്ടോ സുധീഷിനരികിൽ. എടാ മോനെ, എന്താ ബാറിൽ വെച്ച് ഉപദേശിക്കാൻ പാടില്ലെന്നാ, പക്ഷെ അനുഭവം കൊണ്ട് പറയുക. സമാധാനം കൂട്ടാനും ഉള്ളിലെ വിഷമം തീർക്കാനും വേണ്ടിയിട്ടല്ല ബാറ്. പിന്നെ ഒരിക്കൽ ഞാനും വന്നതാ, കുടുങ്ങിപ്പോയിട്ടുണ്ട് ഇവിടെ, കുടുങ്ങി. അങ്ങനെ വന്നവരെല്ലാം കുടുങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ഒരു മാടനെ പിടിക്കാൻ പോയൊരു കഥയുണ്ട്. മാടനെ കുട്ടയിലാക്കി തിരികെ വരുമ്പോൾ മാടൻ നമ്പൂതിരിയോട് ചോദിച്ചു, തിരുമേനി ഇതെവിടെ എത്തിയെന്ന്. തിരുമേനി സ്ഥലം പറഞ്ഞു കൊടുത്തു. കുറേ കഴിഞ്ഞപ്പം മാടൻ പിന്നെയും ചോദിച്ചു. തിരുമേനി അപ്പോഴും സ്ഥലം പറഞ്ഞു കൊടുത്തു. പിന്നെ കുറേ ആവർത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് തിരുമേനിക്ക് മനസ്സിലായത് താൻ കിടന്ന് കറങ്ങുന്നത് ഒരേ വട്ടച്ചുഴിയിലാണെന്ന് മനസ്സിലാവുന്നത്. അതുപോലൊരു വട്ടച്ചുഴിയാണ് ഇത്, ഈ ബാറ്. മദ്യം മനസ്സിൽ എന്താണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം തുടങ്ങാനായിട്ട്. ഇതിലും ഭേദം റെയിൽവേ ട്രാക്കിൽ ചെന്ന് തല വയ്ക്കുന്നതാണ് എന്നും പറഞ്ഞ് ഓർഡർ ചെയ്ത ബിയറും കുടിക്കാതെ സുധീഷ് ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. എന്തേലാട്ടെ, എന്തായാലും ഓർഡർ ചെയ്ത ബിയർ വന്നു. ഇവിടെ ഇരുന്ന ആൾ പോയോ? അവന് കൊണ്ടുവന്നതേ ഇങ്ങോട്ട് വെച്ചോ, കാശേ ഞാൻ തന്നേക്കാം എന്ന് ഭാസ്കരൻ പറഞ്ഞു. അങ്ങനെ ഭാസ്കരൻ അത് കുടിക്കുകയാണ് കേട്ടോ. പോയതേ എൻ്റെ ഫ്രണ്ടാ. വീട്ടിലെ കുടുംബ പ്രശ്നം തീർക്കാൻ പറ്റുന്ന സ്ഥലമാണോ ഇത്? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാ എന്നൊക്കെ ഭാസ്കരൻ കൂട്ടുകാരനോട് പറയാം. പിന്നെ നമ്മുടെ നിധി പുസ്തകമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ടേബിളിൽ. അപ്പോൾ നികേഷ് വന്ന് അവിടെ കസേരയിരുന്നു. സുഭാഷ് തുണിയൊക്കെ മടക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് കസേരയിൽ നിന്ന് റിമോട്ട് എടുത്തിട്ട് ചോദിക്കുക. അപ്പോൾ പിന്നെ അത് മാറ്റി അങ്ങോട്ട് വെക്കടാ എന്ന് സുഭാഷ് പറഞ്ഞതിനിടയ്ക്ക്. സുഭാഷ് ഏട്ടാ, ഒരു TV വാങ്ങിക്കുക, വേറെ എന്തൊക്കെ പൈസ കളയുന്നു? ഇപ്പോൾ 10,000 മുതൽ LED TV കിട്ടുന്നേ. വാങ്ങാന്നേ, വരട്ടെ. അല്ല, ഈ സുഭാഷ് ഏട്ടൻ എന്തിനാ TVയോട് ഫ്രിഡ്ജിനോടൊക്കെ അലർജി? ഈ ഫ്രിഡ്ജ് ടൂൾസ് വയ്ക്കാനുള്ളതല്ല, പാത്രം വയ്ക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് വന്നു കേട്ടോ. സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് വിളിച്ചു. സുഭാഷ് ഏട്ടന് വലിയ കുലുക്കൊന്നുമില്ല കേട്ടോ. സോറി സുഭാഷ് ഏട്ടാ. എന്ത് സോറി? എടാ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഒന്നും തലയിൽ എന്താടാ കയറാത്തെ? പഴയതുപോലെയല്ല, ഒരു പെൺകുട്ടിയുള്ള വീടാണെന്ന് നിങ്ങൾക്ക് വിചാരമില്ലല്ലോ. നിങ്ങളുടെ വഴക്കിനിടക്ക് കവള് സമാധാനം ഉണ്ടോ? അപ്പം അതൊക്കെ ഹരീഷ് അപ്പോഴേക്കും നിധിയുടെ അരികിലേക്ക് ചെന്നു. നിധി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. സോറി ഏട്ടത്തി, സോറിന്ന് അതും മൈൻഡ് ചെയ്യുന്നില്ല. സോറി എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചോ. ഇച്ചിരി ഒച്ച വയ്ക്കുകയാണ് കേട്ടോ ഹരീഷ്. നിധി പെട്ടെന്ന് ചെവി പൊത്തിപ്പിടിച്ചിട്ട് ഓക്കെ ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ എത്ര തവണ വഴക്കിട്ടിട്ടുണ്ടെന്നറിയോ? കോഴികൾ കൊത്തുകൂടുന്ന പോലെ രണ്ടുപേരും. അത് വഴക്കിട്ട് പഴകിപ്പോയി ഏട്ടത്തി.
അതെന്തോ? പണ്ടേ ഞങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതാ. ഇനി ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചോളാം എന്ന് ഹരീഷ്. അപ്പോഴേക്കും സുധീഷ് വന്നു കേട്ടോ. സുധീഷ് അവിടെ നിന്ന് വെള്ളം എടുത്ത് കുഴിക്കുക. അപ്പോൾ ഒരു കോഴിയിൽ അടുത്ത് വന്നല്ലോ എന്ന് നികേഷ് പറഞ്ഞു. വെള്ളം പടപടാന്നാണ് അവൻ കുടിക്കണത് കുപ്പിയിൽ നിന്ന് എടുത്ത്. ഇതെന്താ ഇത്? ഒരു കുപ്പി വെള്ളം മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു. ദേ, ഇങ്ങനെ വെള്ളം കുടിച്ചാൽ കിഡ്നി അടിച്ചു പോവും, സമാധാനത്തിൽ എന്ന് നികേഷ് സുധീഷിനോട് പറഞ്ഞു കേട്ടോ. പക്ഷേ ആ ഒരു ബോട്ടിൽ വെള്ളം ഒരുമിച്ച് തീർത്തു കേട്ടോ. എന്നിട്ട് നിന്ന് കിതയ്ക്കാണ്. എൻ്റെ ഭഗവാനേ. അതിനുശേഷം പതുക്കെ സുധീഷ് ഒന്ന് ശ്വാസം വിടുകയാണ് കേട്ടോ. എന്നിട്ട് സുഭാഷിൻ്റെ അരികിലേക്ക് ചെന്നു. അതെ, ഈ പോലീസുകാരുടെ അടിയും പരിഹാസമൊക്കെ ഏറ്റ് കൺട്രോൾ പോയി നിൽക്കുകയായിരുന്നു. ഇവിടെ വന്ന് കാശുകൂടി പോയി എന്നറിഞ്ഞപ്പോൾ പിടിവിട്ട് പോയി. അതാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ശരിയാ, പുറത്ത് നടന്ന കാര്യത്തിന് വീട്ടിൽ വഴക്കിയിട്ടിട്ട് കാര്യമില്ല, പറ്റിപ്പോയി. സോറി നിധി, ശരിക്കും സോറി. സുഭാഷ് ചേട്ടാ സോറി. ഈ സോറിയെ അടുത്ത വഴക്ക് വരെ മാത്രമല്ലേ വാലിഡ് ആവുള്ളൂ അല്ലേ? ഇത് വീടല്ല നരകമാണെന്ന് നിങ്ങൾ പറയാറല്ലേ? ഇത് നരകമാക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഹരീഷിനോടും സുധീഷിനോടും ചോദിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സമാധാനത്തോടെ സംസാരിച്ച് തീർക്കാൻ എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? ശരിയാ, ഇയാൾ വന്നത് അങ്ങനെ സമാധാനത്തോടെ കാര്യങ്ങൾ നടത്തുന്ന വീട്ടിൽ നിന്നാണല്ലോ അല്ലേ? എന്തെങ്കിലും പ്രശ്നം വന്നാൽ വഴക്കിടുമൊന്നുമില്ല, ആൾക്കാരെങ്ങ് തട്ടിക്കളയും അല്ലേ എന്ന് സുധീഷ് ഇങ്ങനെ ചോദിക്കുക. ഞങ്ങളിങ്ങനെ പറയാനുള്ളത് ഉറക്കെ പറഞ്ഞ് വഴക്കിടുന്നതാണ് തെറ്റെങ്കിൽ ഇനി ഞങ്ങൾ ശരിയാക്കിക്കോളാം എന്ന് നിധിക്കിട്ടൊരു കുത്തും കുത്തിയിട്ടാണ് സുധീഷ് പറയുന്നത്. അപ്പം നിധി പറഞ്ഞു, സുധീഷ് പറയുന്നത് ശരിയായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഉപേക്ഷിച്ചിറങ്ങി പോകുന്നത്, അത് മനസ്സിലായോ? ഇനി ഇവിടെയാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് പോയേക്കാം. എന്തേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് നിധി. സുധീഷേ, ദേ വെറുതെ സംസാരിച്ച് വഷളാക്കല്ലേ. ദേ, സുധീഷ് ഏട്ടൻ്റെ വായാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ നമ്മുടെ റോഡിലേക്ക് സ്പീഡ് ബ്രേക്ക് വെക്കുന്നത് പോലെ, വണ്ടിയിലേക്ക് സ്പീഡ് ബ്രേക്ക് വെക്കുന്നത് പോലെ സുധീഷ് ഏട്ടൻ്റെ വായിൽ ഒരു സ്പീഡ് ബ്രേക്ക് വെക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോഴേക്കും നിധി പറഞ്ഞു സുഭാഷിനോട്, ഇനി നമ്മൾ ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക വേണ്ടത്. അപ്പോൾ സുധീഷ് പറഞ്ഞു, എൻ്റെ അമ്മോ ഇനി ആരും പ്രവർത്തിക്കാനൊന്നും നിൽക്കണ്ട, ചെയ്ത് മുഴുവൻ തെറ്റാണ്, മാപ്പ് പോരെ എന്ന് ചോദിച്ചു. സുധീഷ് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴേക്കും നിധി ഹരീഷിനെ നോക്കി, സുധീഷിൻ്റെ പുറകെ എസ്കേപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷും പോയി. സുഭാഷും നിധിയും നികേഷും കൂടെ ചിരിക്കുകയാണ് നോക്കി നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ സുധീഷ് നേരെ പുറത്ത് ഒരു മരച്ചോട്ടിലേട്ടോ പോയത്. വീടിൻ്റെ അവിടെയുള്ള ആ മരച്ചോട്ടിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്, ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. ചന്ദ്രനും ഉണ്ട് കൂട്ടിന്. അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പതുക്കെ ഹരീഷും വന്നു. ഹരീഷ് കണ്ടു സുധീഷ് ഇങ്ങനെ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്നത്. പതുക്കെ ഹരീഷ് സുധീഷിൻ്റെ അരികിലേക്ക് ചെന്നു. അതെ, അടിയുടെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. ഒരു വണ്ടി വിൽക്കാനുണ്ടായിരുന്നു. പുതിയ വണ്ടിയാണോ? അയ്യാടാ, ഞാൻ സ്കൂട്ടറിൻ്റെ ഷോറൂമല്ലേ നടത്തുന്നത് എന്ന് ഹരീഷ്. ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. എത്ര വർഷം പഴക്കമുണ്ടാകും? ഒരു 6-7 വർഷം പഴക്കം ഉണ്ടാകും. കണ്ടീഷൻ മോശമാണോ? ഞാൻ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളല്ലേ, ഞാൻ പറയുമോ മോശം കണ്ടീഷൻ വണ്ടി? പറയാൻ പറ്റില്ല. ഞാൻ അവൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് തല്ലിപ്പൊളിയാവട്ടെ എന്ന് കരുതി നീ അങ്ങനെ ചെയ്താലോ? സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിധിക്കൊരു വണ്ടി സ്കൂട്ടി സമ്മാനിക്കണം സുധീഷിന്. അതിന് വേണ്ടിയിട്ടാണ് ഹരീഷിനോട് പറഞ്ഞ് എങ്ങനെ സെറ്റാക്കിയിരിക്കുന്നത്. നിന്നോട് വന്ന് ഇത് പറയാൻ തോന്നി, എന്നെ പറയണം. ഇത്തിരിയെങ്കിലും നന്ദി വേണം സുധീഷേട്ടാ. ശരി, നീ അത് വിടാ, നീ കാര്യം പറ. ഇനി എനിക്ക് പറയാൻ പറ്റില്ല. പിണങ്ങാതടാ, വണ്ടിയെപ്പറ്റി പറ. എടാ പറയടാ, എന്താടാ വണ്ടിയുടെ കണ്ടീഷനൊക്കെ? പഴയതാണെങ്കിലും കണ്ടീഷൻ ഓക്കെയാണ്. ഒരു 17,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടാവും. എൻ്റെ ഓണറുടെ ഫ്രണ്ടിൻ്റെ മകളുടെ വണ്ടിയാണ്. അതെ, ആ കുട്ടി വിദേശത്തേക്ക് പോയി, ഓടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് വിൽക്കണതാ. ഞാൻ നോക്കിയിട്ട് നല്ലതാണ്, സുധീഷേട്ടന് ഓക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി നോക്കാം. എത്രയാണ് അവർ ചോദിക്കുന്നത്? അവർ പ്രതീക്ഷിക്കുന്ന വലിയ എമൗണ്ട് ആയിരിക്കും. നമുക്ക് സംസാരിച്ച് കുറയ്ക്കാന്നേ. നീ കൊള്ളാലോടാ, നീ പറഞ്ഞപ്പോഴേക്കും ഞാൻ വണ്ടി സെറ്റാക്കിയില്ലേ. പിന്നെ ഞാൻ എന്താ സുധീഷേട്ടനെ പോലെയാണെന്ന് കരുതിയോ? ശരി, അത് വിട. എടാ, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞത് നിനക്ക് വിഷമമായോ എന്ന് ചോദിച്ചു സുധീഷ്. ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. എടാ, ആ കാശ് ഞാനേ നിധിക്ക് വണ്ടി മേടിക്കാൻ കൂട്ടി വെച്ചിരുന്ന കാശ. പെട്ടെന്ന് അത് ഇല്ലയെന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അതാ എൻ്റെ കൺട്രോൾ പോയത്. അയ്യോ, അപ്പോൾ വണ്ടിക്കുള്ള കാശില്ലേ? അതൊക്കെ നമുക്ക് ശരിയാക്കാടാ, നീ ഒന്ന് അടങ്ങ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സരീഷിൻ്റെ തോളത്തേക്ക് സുധീഷ് കൈയെടുത്തിട്ട് സോറി പറഞ്ഞു. പരസ്പരം സോറി പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ചിരിയും കളിയും വർത്താനവും അടി ഇടിയൊക്കെ ആയിട്ടോ.
അവിടെ ഇരുന്നിട്ട്. അപ്പോൾ നിധി അടുക്കളയിൽ നിന്ന് പാത്രമൊക്കെ കഴുകിയിട്ട് ഇറങ്ങി വന്ന സമയത്താണ് ഇത് കാണുന്നത്. നിധി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് സുഭാഷിനെയും നികേഷിനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇതാ പറയണത് മോളെ, അവർ തമ്മിലുള്ള പിണക്കവും കൂട്ടുമൊക്കെ ഇത്രയേ ഉള്ളൂ. പിണങ്ങാനും ഒക്കെ ഈ സമയം മതിയെന്നേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് കിടന്നുറങ്ങാണ്. സുധീഷ് മാത്രമല്ല, അവരെല്ലാവരും ഉണ്ട്. വെളുപ്പാങ്കാലമായി. അന്നേരം നമ്മുടെ സുധീഷ് ഒരു സ്വപ്നം കാണുകയാണ്. നിധി സ്കൂട്ടറിൽ ഇങ്ങനെ കുറേ പൂവുള്ള മരങ്ങൾക്കിടയിലൂടെ സ്കൂട്ടർ ഓടിച്ചൊക്കെ ഇങ്ങനെ വരുന്നു, ബലൂണൊക്കെ പാറിക്കളിക്കുന്നു. അത് കണ്ട് ചാടി എഴുന്നേറ്റു. അയ്യോ, സമയം ഇത്ര ആയോ, ഇവനിങ്ങനെ കിടന്ന് എങ്ങനെ ശരിയാവുന്നേ എന്നും പറഞ്ഞ് ഹരീഷിനെ വിളിച്ചുണർത്താണ്. എടാ ഹരീഷ് മോനെ എഴുന്നേക്കടാ, എടാ ഉറങ്ങല്ലേടാ, പോടാ എന്ന് പറഞ്ഞു. ഹരീഷ് എഴുന്നേക്ക് ഹരീഷേ. അവസാനം വെള്ളം എടുത്ത് ഒഴിക്കേണ്ടി വന്നു. എന്താ ദേ ഒച്ച വെക്കല്ലേ, നിധി മുറിയിലുണ്ട്, തനിക്കിത് എന്തിൻ്റെ കേടാടോ എന്നും ചോദിച്ച് ഹരീഷ് വീണ്ടും കിടന്നു. എടാ ഹരീഷ മോനെ എഴുന്നേക്കടാ, മതിയുടെ ഉറങ്ങിയത്. എന്താ നിങ്ങൾക്ക്, എടാ ഒന്ന് എഴുന്നേക്കടാ, എഴുന്നേക്ക്. അങ്ങനെ എഴുന്നേപ്പിച്ചിരുത്തി. രാത്രി മൊത്തം ഓരോന്ന് പറഞ്ഞ് ഉറക്കാൻ വിട്ടില്ല. രാവിലെയും സ്വസ്ഥത ചെയ്തില്ല. ഓഫ്, ഇതെന്തു മനുഷ്യനാണോ എന്തോ എന്നൊക്കെ ഹരീഷ് ഇങ്ങനെ ചോദിക്കുക. എന്താ തനിക്ക് വേണ്ടത്? എടാ ഇന്നലെ നീ വണ്ടി നോക്കാൻ പോകാമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് നോക്കിയിട്ട് വരാം. ഏത് വണ്ടി? എവിടത്തെ വണ്ടി? നീ പറഞ്ഞില്ലേ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടെന്ന്, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇത്ര നേരത്തെയോ? എടാ നല്ല കാര്യങ്ങൾക്ക് നേരത്തെ ഇറങ്ങണം എന്നല്ലേ. എന്നാലും നേരം വട്ടം വയ്ക്കുന്നത് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് എങ്ങനെയാണ്? കുറച്ച് കഴിയട്ടെ. എടാ നമ്മൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷൊക്കെ ആകുമ്പോഴേക്ക് സമയമാകും. ബാ എഴുന്നേക്ക്. അവസാനം ഇതിനെ പൊക്കിയെടുത്ത് പല്ലും തേപ്പിച്ച് സുധീഷിൻ്റെ ഒരു ശുഷ്കാന്തി കാണേണ്ട കാഴ്ച തന്നെയാണ്. ഹരീഷിനെയാണെങ്കിൽ നാക്ക് പഠിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. തിണ്ണയിൽ നിന്നിട്ടാണ് കേട്ടോ അവർ പാത്രം കഴുകുകയൊക്കെ പാത്രമല്ല പല്ല് തേക്കുകയൊക്കെ ചെയ്യുന്നത്. മുഖം ഒന്നും കഴുകിയില്ല, ഞാൻ മുഖം കഴുകി കക്കൂസി പോയിട്ട് വരട്ടെ. എടാ ഒരു ദിവസം കക്കൂസി പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇയാൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ച് ഹരീഷ് ടോയ്ലറ്റിലേക്ക് ഓടുകയാണ്. ഇവൻ്റെ ഒരു കാര്യം. അങ്ങനെ സുധീഷ് റെഡിയായി. ഹരീഷ് വന്നു. ആ സമയത്ത് ഡ്രസ്സ് മാറാൻ എടുത്തു കൊടുക്കുകയാണ്. ഞാൻ കുളിച്ചിട്ടില്ല. പിന്നെ കുളിച്ചൊരു ഞാൻ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അതൊന്ന് മാർക്ക് അങ്ങോട്ടാ. എടാ സുധീഷ് ഏട്ടനല്ലേടാ പറയുന്നത്, പ്ലീസ് ഡാ ഒന്നിടാ. അങ്ങനെ അവസാനം റെഡിയായിട്ട് വന്നു കേട്ടോ രണ്ടും കൂടെ. പെട്ടെന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഒപ്പിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ സുഭാഷ് പാലൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഇതെങ്ങോട്ടാ രാവിലെ രണ്ടാളും കൂടെ? അത് വന്നിട്ട് പറയാം എന്ന് സുധീഷ് പറഞ്ഞു. ഹരീഷ് പറയാൻ തുടങ്ങിയതാണ്. അല്ല ചായ കുടിച്ചില്ലല്ലോ. ചായയൊക്കെ ഞാൻ മേടിച്ച് തരാം, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കാലെടുത്ത് കയറ്റി വെപ്പിച്ചു എന്ന് പറയാം ഹരീഷിൻ്റെ. എങ്ങോട്ട് പോണേന്ന് പറഞ്ഞിട്ട് വരാം. പറഞ്ഞിട്ട് പോടാ. അതൊക്കെ സർപ്രൈസ് നോക്കി പോണേ. ഓ അങ്ങനെ പോയി. എന്തായാലും പിന്നെ കാണിക്കുന്നത് വീണ്ടും നിധി ആ ബൈക്കിൽ ഇങ്ങനെ സ്കൂട്ടി ഓടിച്ച് വരുന്നതാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി യു അഗെയിൻ. താങ്ക് യു.